ഫലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഖത്തറിലും തുടർ ചലനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകളാണ് വിലയിരുത്തുന്നത്. റിയാദുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചർച്ച ഇന്ന് അവസാനിച്ചു. അടുത്ത ഉച്ചകോടി നാളെ ഖത്തറിലാണ്. ഖത്തറിലേക്ക് ഫലസ്തീൻ്റെ സംഘങ്ങളും എത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. 24 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആദ്യഘട്ട ചർച്ചയ്ക്ക് ശേഷമാണ് ഔദ്യോഗികപരമായിരിക്കുന്ന രണ്ടാം ഘട്ട ചർച്ച ആരംഭിക്കുക. അതിൽ പറയുന്ന കാര്യം ഇതാണ്: വെടിനിർത്തൽ എന്ന് പറയുന്ന ഒരു സംവിധാനമില്ല, പകരം യുദ്ധവിരാമം, യുദ്ധാവസാനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പ്രാധാന്യമായിട്ട് ചർച്ച ചെയ്യുക. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് അവിടെ ആ പ്രദേശത്ത് ഭരിക്കണം എന്ന് അവർക്ക് താല്പര്യമില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പകരം ഗസക്കാർ അവിടെ ഭരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്, മറ്റു രാജ്യക്കാരെ തങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് പറഞ്ഞത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇല്ലാത്ത ഒരു ഭരണമാണ് ഗസയിൽ വേണ്ടതെന്ന് അവർ പറഞ്ഞതോടുകൂടി ഇത് ഏറെക്കുറെ അടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ചില നിലപാടുകളും ചില കാര്യങ്ങളും മാത്രമേ ഇനി തീരുമാനിക്കാനുള്ളൂ. അതിൽ പ്രധാനമായിരിക്കുന്ന കാര്യം ബന്ദികളുടെ മോചനമാണ്. പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം ഒരേ സമയത്ത് ഉണ്ടാവുക എന്നുള്ളതും അതോടൊപ്പം തന്നെ മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം കൈമാറുക എന്നുള്ളതും അതിൻ്റെ തുടർച്ചയായ രീതിയിൽ ഫലസ്തീന് ആനുപാതികപരമായ രീതിയിൽ ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന ഫലസ്തീനുകളെ മോചിപ്പിക്കുക എന്നുള്ളതൊക്കെ ഈ വിഷയത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നതാണ്. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിന് ഏതെങ്കിലും തരത്തിൽ പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഭാവിയിൽ സാരമായ രീതിയിൽ ഇസ്രായേലിനെ തന്നെ ഈ അമേരിക്കയെ തന്നെ അത് ബാധിക്കും എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിപുലമായിരിക്കുന്ന ഒരു ചർച്ചയ്ക്ക് തന്നെ നേതൃത്വം നൽകാൻ തീരുമാനിച്ചത് എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്.